1987 മെൻ്റൽ ഹെൽത്ത് ആക്ട് ഇനാക്ട് ചെയ്തത്. അതിലെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ ഇൽനെസ് ഉള്ള ഇൻഡിവിജ്വൽസിന് ട്രീറ്റ്മെൻറ്റും കെയറും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് മെയിൻ പ്രൊവിഷൻ എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അഡ്മിഷന് വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്ന്, ഡിസ്ചാർജ് എങ്ങനെയൊക്കെയാണ് പേഷ്യൻസിൻ്റെ, ഇതൊക്കെ ആയിരുന്നു പ്രൊവിഷൻസിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ഇൻഡിവിജ്വൽസിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു ഇതായിരുന്നു. പിന്നെ സൂയിസൈഡ് ഡീക്രിമിനലൈസ് ചെയ്തു 2017 വന്നിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ആക്ടിൽ. അതുപോലെ മെൻ്റൽ ഹെൽത്ത് കെയർ ഒരു റൈറ്റ് ആണെന്നും 2017 അത് അപ്ഡേറ്റ് ചെയ്തത്. സോ അതിനകത്ത് അഡ്വാൻസ് ഡയറക്റ്റീവ്സ് ഉണ്ട്. അതായത് ഇൻഡിവിജ്വൽസിന് സ്വന്തം ട്രീറ്റ്മെൻറ്റ് പ്രിഫറൻസ് എവിടെയാണെന്ന് നോക്കാം. ഓൾസോ മെൻ്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ്സും എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് ഗ്രീവൻസസും അതുപോലെ കോംപ്ലയൻസസും ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്.